ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പ് ധ്യാനം 9-ാം ദിവസം. പ്രാർത്ഥനയുടെ ശക്തി. പ്രിയപ്പെട്ട ക്രിസ്തുവിശ്വാസികളെ, സ്ലീഹ നോമ്പിൻ്റെ 9-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശക്തിയായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിലെ ശ്വാസമാണ് പ്രാർത്ഥന. ശരീരത്തിന് ശ്വാസം എത്ര പ്രധാനമാണോ അത്രയും തന്നെ പ്രധാനമാണ് ആത്മാവിന് പ്രാർത്ഥന. ആദ്യകാല സഭയെ ശക്തിപ്പെടുത്തിയതും വളർത്തിയതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും മനുഷ്യ ശക്തിയായിരുന്നില്ല, അത് പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന, അത്ഭുതങ്ങളും കൃപകളും ഇന്നത്തെ പ്രാർത്ഥന ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ വലിയ അനിശ്ചിതത്വത്തിലായിരുന്നു. മുന്നിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് പോലും അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ ഒരു കാര്യം ചെയ്തു. അവർ ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത രീതി അവർക്കുണ്ടായി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അങ്ങനെയാണ് പറയുന്നു. അവർ എല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ തുടർന്നു എന്നാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു അവർക്ക് ലഭിച്ച പെന്തക്കോസ്ത അനുഭവം. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. ഭയന്നിരുന്നവർ ധൈര്യശാലികളായി മാറി. അടഞ്ഞിരുന്ന വാതിലുകൾ തുറന്നു. സുവിശേഷം ലോകമെങ്ങും വ്യാപിക്കുവാൻ തുടങ്ങി. ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. ദൈവം തൻ്റെ ശക്തി ഒഴുക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിലേക്കാണ്. കുടുംബമായി നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വലിയ ഒരു അനുഗ്രഹം ലഭിക്കും. സഭയായി നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ ആത്മീക ഉണർവ് നമുക്കുണ്ടാകും. വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മഹത്തായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളും കൃപകളും അവിടെ ഉണ്ടാകുന്നു. ആദ്യകാല സഭയിൽ അനേകം അത്ഭുതങ്ങൾ നടന്നു. പത്രോസിന്റെ നിഴൽ പോലും രോഗികളെ സൗഖ്യമാക്കിയെന്നാണ് തിരുവചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ അനേകം ആളുകൾ ദൈവത്തെ അറിഞ്ഞു. തടവറകളുടെ വാതിലുകൾ തുറന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു. ഇതെല്ലാം മനുഷ്യരുടെ കഴിവുകൊണ്ടല്ല സംഭവിച്ചത്, മറിച്ച് പ്രാർത്ഥനയിലൂടെ ലഭിച്ച ദൈവകൃപ കൊണ്ടാണ് ഇവയൊക്കെ സംഭവിച്ചത്. നാം പലപ്പോഴും അത്ഭുതങ്ങൾ തേടുന്നു, എന്നാൽ ദൈവം ആദ്യം നമ്മെ പ്രാർത്ഥനയിലേക്കാണ് ക്ഷണിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിത്ത് വിതയ്ക്കാതെ വിളവ് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. ദൈവം ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, എന്നാൽ അവിടുന്ന് ആദ്യം നമ്മുടെ ഹൃദയത്തെ മാറ്റുന്നു. നിരാശയ്ക്ക് പകരം പ്രത്യാശ നൽകുന്നു. ഭയത്തിനു പകരം സമാധാനം നൽകുന്നു. സംശയത്തിന് പകരം വിശ്വാസം നൽകുന്നു. ഇവയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് എല്ലാത്തിനും ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ ജോലി കാര്യങ്ങൾക്കായി നാം സമയം മാറ്റിവെക്കുവാറുണ്ട്. സോഷ്യൽ മീഡിയകൾക്കായി നാം സമയം മാറ്റിവെക്കുവാറുണ്ട്. വാർത്തകൾക്ക് കാണുവാനും കേൾക്കുവാനും നാം സമയം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മീയ ജീവിതവും ക്ഷയിച്ചു പോകുന്നത്. പ്രാർത്ഥന എന്നത് ദൈവത്തോട് ആവശ്യങ്ങൾ പറയുക മാത്രമല്ല, ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുക കൂടിയാണ് പ്രാർത്ഥന. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ നാം ദൈവത്തോട് സംസാരിക്കണം. നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ഭയങ്ങളും അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റുന്നു. കാരണം പ്രാർത്ഥനയിൽ നാം ദൈവത്തിൻ്റെ ഹൃദയത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു ചെല്ലുന്ന ഒരു അനുഭവമായി മാറുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എത്ര സ്ഥാനം നാം നൽകുന്നുണ്ട്? പ്രഭാതത്തിൽ നാം ദൈവത്തെ ഓർക്കുന്നുണ്ടോ?
സന്ധ്യായാമങ്ങളിൽ കുടുംബമായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? കഷ്ടതകളുടെ സമയത്ത് ആദ്യം നാം ദൈവത്തിലേക്കാണോ ആശ്രയം വയ്ക്കുന്നത്? അല്ലെങ്കിൽ ലോകത്തിൻ്റെ സഹായങ്ങളെയാണോ നാം ആദ്യം അന്വേഷിക്കുന്നത്? ആദ്യകാല സഭയുടെ ശക്തി അവരുടെ സംഘടനയല്ലായിരുന്നു, അവരുടെ സമ്പത്തല്ലായിരുന്നു, അവരുടെ വിദ്യാഭ്യാസവുമല്ലായിരുന്നു. അവരുടെ ശക്തി പ്രാർത്ഥനയായിരുന്നു. അതേ ശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥനയുടെ ഫലം, പ്രാർത്ഥന എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറ്റണമെന്നില്ല. എന്നാൽ പ്രാർത്ഥന നമ്മെ മാറ്റും. പ്രാർത്ഥന ദുഃഖത്തിന്റെ നടുവിൽ സമാധാനം നൽകും. പ്രാർത്ഥന കണ്ണുനീരിന്റെ നടുവിൽ നമുക്ക് പ്രത്യാശ നൽകും. പ്രാർത്ഥന ഇരുട്ടിന്റെ നടുവിൽ നമുക്ക് വെളിച്ചം നൽകും. പ്രാർത്ഥന നമ്മെ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കും. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയിൽ ആഴപ്പെട്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പ്രാർത്ഥനയുടെ ആത്മാവ് ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ആദ്യകാല സഭയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ തീ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. പ്രതിസന്ധികളിൽ അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ആകർഷിക്കണമേ. പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ വിശ്വാസം വളരട്ടെ. അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും ഞങ്ങൾ ജീവിക്കുവാൻ സംഗതിയാക്കുമാറാക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.